നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അക്ഷര, എന്തിനാ ഈ അനാവശ്യ സംസാരം? അവൾ പറയട്ടെ നിരഞ്ജൻ. അവൾ പണ്ടേ ഇങ്ങനെയാണ്. ഹരമുള്ള വാക്കുകൾ കൊണ്ട് സ്വന്തം അച്ഛനെ കുത്തി നോക്കുന്നത് അവൾക്കൊരു ഹരമാണ്. നടക്കട്ടെ. എന്നാലും അവസാന നിമിഷം നിരഞ്ജൻ സാർ പിന്മാറിയത് ഒരു ചതിയായി പോയി. ചതിയിലൊന്നും പെടാതിരിക്കാനാ സ്വാമി എന്റെ ഭർത്താവ് ബാംഗ്ലൂർ യാത്രയ്ക്ക് വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത്. തീരുമാനം എന്റേതായിരുന്നു. ഞാൻ സ്നേഹിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ സ്നേഹം വഴിയിൽ ചോര വാർന്ന് തീർന്നു പോരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ കൂടെ ഉള്ളപ്പോഴൊന്നും സാറിന് ഒരു അപകടം വന്നിട്ടില്ല. തിങ്കളാഴ്ചയല്ലല്ലോ സ്വാമി, ചൊവ്വാഴ്ച. ദിവസം മാറ്റം പോലെ മനുഷ്യനും മാറും, മനസ്സും മാറും. എന്റെ മനസ്സ് എങ്ങനെ മാറിയെന്ന് മാഡം പറയുന്നു? സ്വാമി, അക്ഷരയുമായിട്ടൊരു തർക്കം വേണ്ട. നാളത്തെ യാത്രയുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. ഒറ്റയ്ക്കാണ് പോകുന്നത്. അതും 50 ലക്ഷം രൂപയുമായി. സൂക്ഷിക്കണം. ഈ യാത്രയെക്കുറിച്ച് നിരഞ്ജനും അക്ഷരയും ആരോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ? സർ, ഇല്ല, പറഞ്ഞിട്ടില്ല. ഡാഡിയുടെ പെങ്ങളെ മാത്രം സൂക്ഷിച്ചാ മതി. ഇതാ സാറ്, ഒറ്റ രൂപാനോട്ട് കുറയാതുണ്ട്. എന്താ സ്വാമി ഇത്? എനിക്ക് സ്വാമിയെ വിശ്വാസമാണ്. ഞാനല്ലേ സ്വാമി അത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത്. പണത്തിന്റെ കാര്യമില്ല സാർ, വാങ്ങുന്നവനും കൊടുക്കുന്നവനും ഒരു ഉറപ്പ് വേണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ആ, ഒറ്റയ്ക്ക് പോകാൻ സ്വാമിക്ക് ടെൻഷനൊന്നുമില്ലല്ലോ? എന്ത് ടെൻഷൻ സാറേ, ഒറ്റയ്ക്കുള്ള യാത്രകളായിരുന്നല്ലോ സ്വാമിക്ക് കൂടുതലും. രാത്രി വെളുക്കുമ്പോഴേക്കും സ്വാമി അങ്ങ് ചെല്ലും. സ്ഥലം അറിയാമല്ലോ? സാറ് പറഞ്ഞിരുന്നല്ലോ, കെമ്പാപുരം. അതെ, കെമ്പാപുരം. അവിടെ ബാംഗ്ലൂർ മണിപ്പാൽ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിനപ്പുറത്ത് ST മാൾ. വണ്ടിയുമായി സ്വാമി ST മാളിന് മുന്നിൽ നിന്നാ മതി. ഓ, എന്നിട്ട് പറയട്ടെ. സുന്ദരമൂർത്തി എന്നൊരാൾ സ്വാമിയെ കാണാൻ വരും. അയാളുടെ കൂടെ പോവുക അവരുടെ ഗോഡൗണിലേക്ക്. പണം നൽകുക, സാധനം വാങ്ങുക, തിരിച്ചു പോരുക. അത്ര തന്നെ. ഏറ്റു സാറ്, സിമ്പിൾ മാറ്റർ. സർജിക്കൽ എക്യുപ്മെന്റ്സും മരുന്നും കൊണ്ടുവരുന്നത് അത്ര സിമ്പിൾ അല്ല സ്വാമി. അതറിയില്ലേ സ്വാമിക്ക്? അറിയാം. സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങളും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തുന്ന ഒരുപാട് ഗ്യാങ്ങുകൾ ഈ രാജ്യത്തുണ്ട്. അവർക്ക് മരുന്നുകളും സർജിക്കൽ എക്യുപ്മെന്റ്സും അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ കറൻസി വാഹനങ്ങളെക്കാളും അവർക്ക് പ്രിയം ഇത്തരം വാഹനങ്ങളാണ്. സോ ബി കെയർഫുൾ. ശരി സാർ. അല്ല സാർ, നിരഞ്ജൻ സാർ എന്താ വരില്ല എന്ന് തീരുമാനിച്ചു? അറിയില്ല സ്വാമി, അത്ര സുഖമില്ലെന്നാണ് പറഞ്ഞത്. നമുക്കാരെയും നിർബന്ധിക്കാൻ പറ്റില്ല. ആരെയും കാത്തിരിക്കാനും നമുക്ക് സമയമില്ല. സ്വാമി പോയിട്ട് വാ. ശരി. ദേവികയോ? ഇപ്പോഴും എന്തെങ്കിലും അത്യാവശ്യം കാണുമായിരിക്കും. ഹലോ ദേവിക. സർ, ബുദ്ധിമുട്ടായോ ഞാനിപ്പോ വിളിച്ചത്? ഓ, ഭയങ്കര ബുദ്ധിമുട്ടായി. അതുകൊണ്ടാണല്ലോ ഫോൺ എടുത്തത്. എന്തുണ്ട് വിശേഷം? പറയൂ. സാറ് ബാംഗ്ലൂർ പോയോ? ഇല്ല, പോകണ്ടെന്ന് വെച്ചു. അത്ര ദൂരത്തേക്ക് ഈ അവസ്ഥയിൽ എന്നെ വിടാൻ അക്ഷരയ്ക്കൊരു പേടി. നല്ല കാര്യം. ഇപ്പൊ ഒരു ദീർഘദൂര യാത്ര ചെയ്യാതിരിക്കുന്ന നല്ലത് സർ. അല്ല, ദേവിക ഇപ്പൊ വിളിച്ചത് വെറുതെ ഒരു കുശലാന്വേഷണത്തിനല്ല എന്നെനിക്കറിയാം. എന്താ കാര്യം? സർ, ഇവിടെ ശരത്ത് ചില ഫോൺ കോളുകൾ ചെയ്യുന്ന കേട്ടു.
എനിക്കത് അത്ര പന്തിയായിട്ട് തോന്നിയില്ല. ആരെയൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങളിൽ അവൻ അസൈൻ ചെയ്യുന്നുണ്ടോ എന്നൊരു തോന്നല്. അതാ ഞാൻ സാറിനെ വിളിച്ചത്. അസൈൻ ചെയ്യുന്നോ? അതെ സർ. സംസാരം വ്യക്തമായില്ലെങ്കിലും എനിക്ക് അങ്ങനെയാ തോന്നിയത്. ഉറങ്ങാതെ കാത്തിരിക്കണം, കാവലിരിക്കണം, ഇന്നത്തെ രാത്രി നമ്മുടേതാണ് എന്നൊക്കെ അവൻ പറയുന്ന കേട്ടപ്പോ എനിക്കെന്തോ ഒരു അപായ സൂചന തോന്നി. അതുകൊണ്ടാണ് ഞാൻ സാറിനെ വിളിച്ചത്. എന്തായാലും സാർ പോകുന്നില്ലല്ലോ, അതുകൊണ്ട് പാതി സമാധാനായി. സാർ, അക്ഷര മാഡം. മാഡം ദേ അടുത്ത് നിൽപ്പുണ്ട്, കൊടുക്കാം. ആ ഹലോ, ദേവിക നാത്തൂനെ. യെസ് മാഡം. കല്യാണം ഒന്ന് മാറിപ്പോയെന്ന് കരുതി വിഷമിക്കണ്ട കേട്ടോ. ഇദ്ദേഹത്തിന്റെ ആരോഗ്യം ഒന്ന് ഓക്കെ ആയാലുടനെ കല്യാണം നടക്കും. പറഞ്ഞ പോലെ തന്നെ സദ്യയും തന്നിരിക്കും. അതിന് നടക്കാൻ പോകുന്ന കല്യാണല്ലേ, ഗുസ്തിയൊന്നും അല്ലല്ലോ. ആ, കല്യാണത്തിന്റെ ഭാഗമായിട്ട് ഗുസ്തിയും കൂടെ ഉണ്ടെന്ന് കൂട്ടിക്കോ. അക്ഷര, സാറേ, ഞാൻ കുതിരാൻ കയറാറായി. ഇനി ചങ്ങല മരത്തിന് താഴെ ഒരു വെറ്റിലെ അടക്കിയും വെള്ളിത്തൊട്ടും വെച്ച് സ്വാമി നേരെ കോയമ്പത്തൂർ സേലം ഹൈവേയിലേക്ക്. പിന്നെ സാറ് പറഞ്ഞ പോലെ എസ്.ടി. മാള്, സുന്ദരമൂർത്തി, പിന്നെ നമ്മുടെ ഡീല്. അച്ഛനെ, ഹൈവേ കൊട്ടേഷനാ, ഏലം വിളി. കയ്യിലുള്ള 50 ലക്ഷം തന്ന സ്വാമിക്കുള്ളിലെ ജീവൻ സമ്മാനം.